അങ്ങനെ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആപ്പിൾ റിലീസ് ചെയ്തേക്കുവാണ് iOS 26.3.1. ഇതിനോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സംസാരിക്കുന്നൊരു കാര്യമാണ് എൻട്രി ലെവൽ, അതായത് ബേസിക് വിൻഡോസ് ലാപ്ടോപ്സ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു എൻട്രി ലെവൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മാക്ബുക്ക് എയറോ പ്രോയിലേക്കൊക്കെ പോകുന്നതിന് പകരം അവർക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അത്യാവശ്യം എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു എൻട്രി ലെവൽ മാക്ബുക്കും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുവാണ്. അതാണ് മാക്ബുക്ക് നിയോ. എലോങ് വിത്ത് ദാറ്റ് ആപ്പിളിൻ്റെ സൂപ്പർ എക്സ്പെൻസീവ് ഡിസ്പ്ലേ അല്ലെങ്കിൽ മോണിറ്റേഴ്സും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ്. ഓൾറെഡി സ്റ്റുഡിയോ ഡിസ്പ്ലേ എന്ന പേരിലൊരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ എലോങ് വിത്ത് ദാറ്റ് 4 ലക്ഷം രൂപ വില വരുന്ന ആപ്പിളിൻ്റെ സ്റ്റുഡിയോ ഡിസ്പ്ലേ XDR എന്ന് പറയുന്ന പുതിയൊരു 27 ഇഞ്ച് മോണിറ്ററും ആപ്പിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. 2 ആഴ്ച മുന്നേ ആയിരുന്നു ആപ്പിളിൻ്റെ 26.3 എന്ന് പറയുന്ന അപ്ഡേറ്റ് റിലീസ് ചെയ്തത്. ആ അപ്ഡേറ്റ് വന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അൺഫോർച്യുനേറ്റ്ലി നമുക്കതിൻ്റെ ഫോളോ അപ്പ് റിവ്യൂ ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. കുറച്ച് തിരക്കുകളായിട്ട് ട്രാവൽ ചെയ്യേണ്ട വന്നതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഇൻസ്റ്റഗ്രാമിൽ നിരവധി മെസ്സേജസിനൊന്നും റിപ്ലൈ കൊടുക്കാൻ സാധിക്കാതിരുന്നത്. എനിവേ, ഇനി നമുക്ക് കുഴപ്പമില്ല, വി ആർ ബാക്ക് ഓൺ ആക്ഷൻ. അതുകൊണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ മാക്ബുക്ക് നിയോ എന്താണ്, ആർക്കുള്ളതാണ്, ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് ഇതിലേക്ക് വരാം. എൻട്രി ലെവൽ, അതായത് ഇതുവരെ മാക്ബുക്ക് എയർ ആയിരുന്നു ഒരു ബേസിക് മാക്ക് എന്നുണ്ടായിരുന്നെങ്കിൽ അത് ഇനി മാറുവാണ്. മാക്ബുക്ക് നിയോ ആണ് ഏറ്റവും ബേസിക്, അതായത് എൻട്രി ലെവൽ വിൻഡോസ് ഒക്കെ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ക്രോം ബുക്ക് ഇതുപോലുള്ള ലാപ്ടോപ്പൊക്കെ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു മാക്OS അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഇക്കോസിസ്റ്റം ഗ്രോ ചെയ്യാൻ സാധിക്കുന്ന, എന്നാൽ അത്യാവശ്യം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മാക്ബുക്കാണ് പുതിയ മാക്ബുക്ക് നിയോ. ഇത് 4 കളേഴ്സിലാണ് വന്നിരിക്കുന്നത്: ഇൻഡിഗോ, ബ്ലഷ്, സിട്രസ് ആൻഡ് സിൽവർ. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയുമ്പോൾ ഒരു മാക്ക് എന്ന് കേൾക്കുമ്പം നമുക്ക് മിനിമം എക്സ്പെക്റ്റേഷൻ അതിനകത്തുണ്ട്. അതായത് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആയിക്കോട്ടെ, ഡിസ്പ്ലേ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലൊന്നും യാതൊരു കോംപ്രമൈസ് ഇവിടെയും വന്നിട്ടില്ല. മാക്ബുക്ക് നിയോ ആണെങ്കിലും സ്റ്റിൽ അതൊരു യൂണിബോഡി അലുമിനിയം സ്ട്രക്ചർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോർമലി ബേസ് ലെവൽ അല്ലെങ്കിൽ എൻട്രി ലെവൽ ലാപ്ടോപ്സ്, അതിപ്പം ഏത് ബ്രാൻഡിൻ്റെ എടുത്ത് നോക്കിയാലും അതെല്ലാം പ്ലാസ്റ്റിക്കാണ്, ഹാർഡ് പ്ലാസ്റ്റിക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ചിലതൊക്കെ ഫ്ലെക്സിങ് കാണും ഡിസ്പ്ലേയിൽ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ, ഇതൊരു പക്ക 13 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. 13.3, 13.6 ഒക്കെയാണ് പുതിയ മാക്ബുക്ക് എയറിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. പക്ഷേ ഇത് പക്ക 13 ഇഞ്ച്. ഇതൊരു IPS ഡിസ്പ്ലേ ആണ്. P3 കളർ ഗാമറ്റ്സോ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൽ 500 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. കമ്പയറിംഗ് ടു M1 മാക്ബുക്ക് എയർ, അതിൽ വെറും 400 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് ഇന്നുണ്ടായിരുന്നത്. സോ അതിനേക്കാൾ സ്ലൈറ്റ്ലി ബെറ്റർ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ആൻഡ് മറ്റുള്ള മാക്ബുക്ക് എയറിലോ പ്രോയിലുള്ള പോലത്തെ ഒരു ഫോഴ്സ് ടച്ച് ട്രാക്ക് പാഡ് അല്ല യൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ മൾട്ടി ടച്ച് ട്രാക്ക് പാഡാണ്. അതായത് 2014 2020 ഇടയിൽ വന്നിരുന്ന മാക്കുകളിലുണ്ടായിരുന്ന ആ ഒരു മൾട്ടി ടച്ച് ട്രാക്ക് പാഡാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇനി മാക്ബുക്ക് നിയോയുടെ മേജർ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസിൽ മാക്ക് ആപ്പിളിന് എങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതിനെ പവർ ചെയ്യുന്നത് ആപ്പിളിൻ്റെ iPhone 16 Pro, ദ വെരി സെയിം 16 Proയിൽ വന്നിരുന്ന അല്ലെങ്കിൽ ഉള്ള A18 Pro എന്ന് പറയുന്ന സെയിം ചിപ്പ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വിച്ച് കംസ് വിത്ത് 6 കോർ CPU. ഇതിൽ 4 എഫിഷ്യൻസി കോറും 2 പെർഫോമൻസ് കോറും എലോങ് വിത്ത് ദാറ്റ് 5 കോർ GPU ആൻഡ് 16 കോർ ന്യൂറൽ എഞ്ചിനാണ് ഇതിനെ പവർ ചെയ്യുന്നത്. അതുകൊണ്ട് മോശമല്ലാത്തൊരു പെർഫോമൻസ്, അത് നിങ്ങൾ വീഡിയോ ആയിക്കോട്ടെ, ഫോട്ടോ എഡിറ്റിംഗ് ആയിക്കോട്ടെ, വെബ് ബ്രൗസിംഗ് ആയിക്കോട്ടെ, ഈവൻ AI ഓൺ ഡിവൈസ് AI പെർഫോം ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. A18 Proയ്ക്ക് പുറമെ ഇതിന് ഹാർഡ്വെയർ എൻകോഡിംഗ് ഉണ്ട്. ഇനി ഇതിൽ 2 USB പോർട്ടും ഒരു 3.5 mm ഹെഡ്ഫോൺ ജാക്കും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഒരു USB 3 ഒരു USB 2.0 പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. 3 പോർട്ടിൽ നമുക്ക് ഡിസ്പ്ലേ കണക്ട് ചെയ്യാം, ഒരു 4K ഡിസ്പ്ലേ കണക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചാർജിങ്ങിന് യൂസ് ചെയ്യാം. ചാർജിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് മാക്സിഫ് ഓപ്ഷൻസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇനി ഇതിൻ്റെ സ്പീക്കേഴ്സ് നോർമലി നമ്മൾ മാക്കുകളിൽ കാണുന്ന പോലെ കീബോർഡിൻ്റെ സൈഡുകളിലായിട്ട് കാണുന്ന ഒരു ഡ്യുവൽ സ്പീക്കർ സിസ്റ്റം അല്ല. ഇത് ഡ്യുവൽ സ്പീക്കർ സിസ്റ്റമാണ്. പക്ഷേ നമ്മളുടെ ട്രാക്ക് പാഡ് യൂസ് ചെയ്യാൻ വേണ്ടി പാം റെസ്റ്റ് ചെയ്യുന്ന ഏരിയയുടെ താഴെ, ഈ ഒരു ഇമേജിൽ നിങ്ങൾ കാണുന്ന പോലെ ഈ ഒരു താഴെ ഏരിയയിലാണ്, ബോട്ടം ഏരിയയിലാണ് സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഡ്യുവൽ സ്പീക്കേഴ്സാണ്. പക്ഷേ M1 മാക്ബുക്ക് എയറിനേക്കാൾ ബെറ്റർ ആണ്. കാരണം ഇതിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യും, അതോടൊപ്പം സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഐഫോണിലുള്ള ഒരു A സീരീസ് ചിപ്പിലാണ് macOS റൺ ചെയ്യുന്നത്. സോ എക്സാക്ട് സെയിം A സീരീസ് ചിപ്പാണ്. ആൻഡ് ഈ ഒരു A സീരീസ് ചിപ്പ് നമുക്കറിയാം ഓൾറെഡി എഫിഷ്യൻ്റ് ആണ്. സോ ഇത്രയും വലിയൊരു ബാറ്ററി കൊടുക്കുമ്പം തീർച്ചയായിട്ടും 16 ഹവേഴ്സിൻ്റെ ബാറ്ററി ബാക്കപ്പാണ് ഇത് ഓഫർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ വെബ് ബ്രൗസിങ്, അത്യാവശ്യം വീഡിയോ എഡിറ്റിങ്, ഓഫീസ് വർക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അടിപൊളിയൊരു മാക്കാണ്. സോ ഓവറോൾ 70,000 റുപ്പീസിന് ഈ ഒരു മാക്ബുക്ക് നിയോ
സൂപ്പർ ഡീലാണ്. കാരണം ഇതിന് സിമിലർ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് ഐപാഡ് എയർ വരുന്നത്, അതും 11 ഇഞ്ച്. അതിനൊരു മാജിക് കീബോർഡും ട്രാക്ക് പാഡും പെൻസിലും ഒക്കെ വാങ്ങി വരുമ്പം അതൊരു 1,00,000 രൂപയ്ക്ക് അടുത്ത് വരും. അതേസമയം നിങ്ങൾക്കൊരു 70,000 റുപ്പീസ് സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിഗർ ഡിസ്പ്ലേ, അതോടൊപ്പം നൈസ് കീബോർഡ്, ട്രാക്ക് പാഡ്, സ്പീക്കേഴ്സ്, മാക് OSൻ്റെ എഫിഷ്യൻസിയും നിങ്ങൾക്ക് ഇതിൽ കിട്ടും. സോ ഇതൊരു സൂപ്പർ ഡീലാണ്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇനി 26.3.1 അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഐഫോൺ 17 പ്രോയിൽ ഏകദേശം 900 MB ആണ് സൈസ് കാണിച്ചേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇതുപോലത്തുള്ള 3 പോയിൻ്റ് അപ്ഡേറ്റ് കൊണ്ട് ആപ്പിൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. വളരെ മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും പാച്ചുകളോ സെക്യൂരിറ്റി അപ്ഡേറ്റുകളോ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ടൊക്കെ ആയിരിക്കും ഇതുപോലത്തെ അപ്ഡേറ്റിലൂടെ തരുന്നത്. അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിൽ എക്സ്റ്റേണൽ ഡിസ്പ്ലേയുടെ, അതായത് പുതിയതായിട്ട് ആപ്പിൾ റിലീസ് ചെയ്തിട്ടുള്ള സ്റ്റുഡിയോ ഡിസ്പ്ലേയുടെ സപ്പോർട്ടും അതോടൊപ്പം ബഗ് ഫിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താണ് ആപ്പിൾ ആ ഒരു ബഗ് ഫിക്സസ് എന്നുള്ളത് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം കീബോർഡിൻ്റെ ബഗ് അല്ലെങ്കിൽ ലാഗ്, സ്പോട്ട്ലൈറ്റ് സെർച്ച് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ലാഗ്, ഇങ്ങനെയുള്ള ലാഗുകൾ പല യൂസേഴ്സും പ്രീവിയസ് അപ്ഡേറ്റ് ആയിട്ടുള്ള 23.6 അപ്ഡേറ്റിന് ശേഷം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം കറൻ്റ്ലി അങ്ങനെയുള്ള ആ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പോട്ട്ലൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ അത് ഫീൽ ചെയ്യുന്നില്ല. ഇതുപോലെ മൈനറായിട്ടുള്ള ബഗ്ഗുകളായിരിക്കാം ആപ്പിൾ ഫിക്സ് ചെയ്തേക്കുന്നത്. ഇനി പെർഫോമൻസ് ആൻഡ് ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പം ഈ ഒരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞ പോലെ വളരെ മൈനറാണ്, വളരെ മൈനർ. ഇതിൽ കാര്യമായിട്ടുള്ള ഒരു ഫോണിന് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് തരുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് അല്ല 26.3.1 എന്ന് പറയുന്നത്. ഓവറോൾ പെർഫോമൻസ് എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. 26.3 എങ്ങനെയായിരുന്നു അതേ പെർഫോമൻസ് തന്നെയാണ് ഇവിടെ. ബാറ്ററിയുടെ ലൈഫിൻ്റെ കാര്യത്തിലേക്ക് പറയണം എന്നുണ്ടെങ്കിൽ പോലും ബാറ്ററി ലൈഫിൻ്റെ കാര്യമാണെങ്കിലും ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പം 100%, സ്റ്റിൽ 100% ആണ് എൻ്റെ ഐഫോൺ 17 പ്രോയിൽ. അതിൻ്റെ ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 142 ആണ്. ഈ ഒരു 142ലും സ്റ്റിൽ 100% ബാറ്ററി കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ബാറ്ററി പെർഫോമൻസിനെ പറ്റി പറയണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 ദിവസം ഉപയോഗിച്ചാൽ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇത്രയും മണിക്കൂറുകൾ ഞാൻ രാവിലെ അപ്ഡേറ്റ് ചെയ്താണ്, ഇത്രയും നേരത്തെ ഒരു യൂസേജിൽ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ചേഞ്ച് 26.3 കമ്പയർ ചെയ്യുമ്പോൾ ഇതിലില്ല. 26.3 അപ്ഡേറ്റിന് ശേഷമുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ആവറേജ് ആണ്, അതായത് വളരെ ബേസിക്കാണ്. വലിയ രീതിയിലുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് തരുന്ന രീതിയിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളുടെ യൂസേജിൽ 26.3 അപ്ഡേറ്റ് 3.1 അപ്ഡേറ്റിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേ സെയിം ബേസിക് അപ്ഡേറ്റ് അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. സോ ഇതിനെ കൃത്യമായിട്ട് വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം എടുക്കും. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഇൻഡെക്സിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാകും. സോ അതൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ഒരു ക്ലിയർ ഇമേജ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മിസ്സായിട്ടുള്ള 26.3യുടെ ഫോളോ അപ്പും 26.3.1ൻ്റെയും കൂടെ ചേർത്തിട്ടായിരിക്കും ഞാനൊരു ഫോളോ അപ്പ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തത് OTA വഴിയാണ്, ഫോണിൽ തന്നെയാണ് ചെയ്തത്, ഐട്യൂൺസ് ഉപയോഗിച്ചല്ല. പക്ഷേ കഴിഞ്ഞ 26.3 അപ്ഡേറ്റ് ഞാൻ ഐട്യൂൺസ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തത്. സോ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ബഗ്ഗുകളോ ബാറ്ററി ഹീറ്റിങ്ങോ ഓവർ ഹീറ്റിങ്ങോ ഡ്രെയിനിങ്ങോ പെർഫോമൻസിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ക്യാമറ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബഗ്ഗുകൾ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഐട്യൂൺസ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതുപോലത്തെ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് 26.3.1 എന്ന് പറഞ്ഞ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഐട്യൂൺസ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. എങ്ങനെ ഐട്യൂൺസ് ഉപയോഗിച്ച് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മെലൻ, catch you guys in the next one. Until then, peace.